friends, Assalamualaikum. Welcome back to Stitching Lab. അപ്പോൾ ഇന്ന് നമ്മൾ ദാ ഒരു എംബ്രോയിഡറി ഹൂപ്പ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ട്ടോ. നാളെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ഇതിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ദാ ഈ ഒരു കളർ ത്രെഡ് 12 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആ ചെറിയ 3 റൗണ്ടും നമുക്ക് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടെണ്ണം കൂടി ഈ സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിയ റൗണ്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്കൊരു ചെറിയ റൗണ്ടും കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കാം. 2 റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മളിതുപോലെ വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതാ 2 സൈഡിലും ഇതുപോലെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ ഒരു കളർ ത്രെഡ് 12 സ്ട്രാൻഡ്സിൽ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്ക് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 5 ലൈൻസ് അല്ലേ നമ്മൾ ഇട്ട് കൊടുക്കാറ്. ഇവിടെ ഞാൻ 7 ലൈൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ റൗണ്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ സ്പൈഡർ വെബ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഓരോ ലൈനും വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിതാ ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ലീവ്സ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ലീവ്സ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തണ്ട് വരുന്ന ഭാഗത്ത് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിലുള്ള ആ ഒരു ലീവ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ.
നമ്മൾ ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലെ ഹാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത സെയിം കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതും സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നെയിംസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ആയിട്ട് ഫ്രഞ്ച് നട്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൊടുത്ത സെയിം കളർ ത്രെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.